അസ്സലാമലൈക്കും. അങ്ങനെ ഊട്ടിയിൽ നിന്നുള്ള മടങ്ങി വരവിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സൂര്യകാന്തി തോട്ടം കാണാനിടയായി. പ്രദേശം ഗുണ്ടൽപേട്ട്. അവിടെ പുറത്തായിട്ടൊരു കർഷകൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ കണ്ട് സംസാരിച്ച് അങ്ങനെ മൂപ്പരുടെ തോട്ടം നോക്കാമെന്നുള്ള ഇതിൽ ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ്. അപ്പോൾ ഇപ്പോൾ ഓഫ് സീസണാണ്, ഞങ്ങൾ ജനുവരിയിൽ അവിടെ പോയത്. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും സൺഫ്ലവർ കൃഷി ചെയ്യും. എന്തെന്ന് വെച്ചാൽ വരുന്ന യാത്രികർക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം, പിന്നെ കൃഷിയൊക്കെ കാണാം, ആസ്വദിക്കാം. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ നട്ട വെയിലിലും നല്ല പുഷ്പിച്ച് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളെ കാണുമ്പോൾ. വല്ലാത്തൊരു കുളിർമയും വല്ലാത്തൊരു മനഃശാന്തിയും സന്തോഷമൊക്കെയാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഗുണ്ടൽപേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ, 1.5 കിലോമീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നമ്മുടെ കേരളത്തേക്കുള്ള ഏകദേശം പച്ചക്കറിയും ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് ഗുണ്ടൽപേട്ട്. പിന്നെ ഇവിടെ അതിപ്രശസ്തമായ ഇമവന്ത് ഗോപാലസ്വാമി ടെമ്പിൾ കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുടെ പ്രദേശമാണ്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്കുള്ള മൊത്തം വാട്ടർമെലൻ, നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗുണ്ടൽപേട്ട്. ഇവിടെ ഒരു ചാക്ക് ബത്തക്കയ്ക്ക് തണ്ണിമത്തന് വെറും 150 രൂപയാണ്. ഏകദേശം 20 കിലോളം തൂക്കം വരും. എന്ന് വെച്ചാൽ ചെറിയ പൈസ, 5 രൂപ ആ നിരക്കിലാണ് നമുക്ക് ഇവിടുന്ന് വത്തക്ക വാങ്ങി കൊണ്ടുപോകാൻ പറ്റും നോർമൽ. അപ്പോൾ ഹോൾസെയിൽ എത്രയായിരിക്കും? സാധാരണ ഒരു ട്രാവലർക്ക് 5 രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ അതിലും കുറഞ്ഞ നിരക്കിലായിരിക്കും. അതുപോലെ എല്ലാ പച്ചക്കറിയുടെയും ഹോൾസെയിൽ മാർക്കറ്റ് കൂടിയാണ് ഗുണ്ടൽപേട്ട്. ഇവിടെ നിന്ന് ഉൻസൂർ, ആസൻ, ചിക്ക്മാംഗ്ലൂർ എല്ലാ ഹോൾസെയിൽ മാർക്കറ്റുകളിലേക്കും ഗുണ്ടൽപേട്ടിൽ നിന്നാണ് പച്ചക്കറികൾ എത്തിക്കുന്നത്. പിന്നെ നല്ല കാട്ടുതേനും കൂടി ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ട്രൈബൽസിൻ്റെ കയ്യിൽ നിന്ന് ലിറ്റർ കണക്കിന് കാട്ടുതേൻ കൂടി നമുക്ക് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള സൗകര്യം കൂടി ഗുണ്ടൽപേട്ടിലുണ്ട്. ഓക്കെ, ബായ്.